ഹായ് ഓൾ. ഏതൊരു PSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസിങ് ഏരിയ ആണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഏത്? അല്ലെങ്കിൽ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം, മലയാളത്തിലെ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇതെല്ലാവർക്കും ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്. ഇത് നമുക്കൊന്ന് നോക്കിയാലോ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. ഫാദർ ക്ലമന്റ് പിയാനസ് 1772 തയ്യാറാക്കിയ സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം. എന്നാൽ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ് ആണ് തയ്യാറാക്കിയത്. ഇനി മലയാളത്തിലെ ആദ്യ നിഘണ്ടു അത് അർണോസ് പാതിരിയുടേതാണ്. ഇനി ഏറ്റവും മോസ്റ്റ് കൺഫ്യൂസിംഗ് ഏരിയ ആണ് മലയാളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും. മലയാളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി ആരാണ് തയ്യാറാക്കിയത്? ബെഞ്ചമിൻ ബെയ്ലിയാണ് തയ്യാറാക്കിയത്. എന്നാൽ മലയാളത്തിലെ ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് മറ്റാരുമല്ല, ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്തിരിക്കാം. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി അല്ലേ? അപ്പൊ ഇമ്പം എന്ന് ഓർത്താൽ മതി. ഇ ഫോർ ഇംഗ്ലീഷ്, എം അവിടെ സൈലന്റ് ആയിട്ട് വരുന്നുണ്ട്. എം ഫോർ മലയാളം, ടി ഫോർ ബെഞ്ചമിൻ ബെയ്ലി. അപ്പോൾ പിന്നെ തിരിഞ്ഞു പോവില്ലല്ലോ. ഇമ്പം ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ആരാണ് തയ്യാറാക്കിയത്? മഹാനായ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം ഇംഗ്ലീഷ് മഹാനായ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോ ഫ്രാൻസിസ്, മലയാളത്തിലെ ആദ്യ നിഘണ്ടു അർണോസ് പാതിരി, മലയാളത്തിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. ഇതുപോലുള്ള ക്കും ഞങ്ങളെ ഫോളോ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സി യു.